ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിയാണേ. തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്, മൊത്തം തീർന്നു. വീണ്ടും നമ്മൾ തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തേങ്ങ വറക്കാനായിട്ട് വെച്ചിരിക്കുവാണേ. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഇട്ടിട്ടാണ് വറക്കുന്നത്. കരിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, ഉള്ളി എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ തേങ്ങ വറക്കുന്നത്. ഇതാണ് നമ്മൾ ചമ്മന്തിപ്പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് വറുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും നോക്കിക്കോ, നന്നായിട്ട് എല്ലാം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പത്തെ പ്രാവശ്യം ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. തേങ്ങ പിഴിഞ്ഞ് പാല് കളഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്, അതേപോലെയാണ് തേങ്ങ ചിരണ്ടി ഇട്ട് അതുതന്നെ നമ്മൾ വറുത്തുണ്ടാക്കുവാണ്, പാലൊന്നും കളയാതെ. കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നോക്കിക്കേ. ചെറുതായിട്ട് മിക്സിക്കകത്തോട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരേ രീതിയിൽ ചിരണ്ടി വരുവേ. അതുകൊണ്ട് ചിരണ്ടിയാലേ കഴന്നു പോകുന്നതൊക്കെ വേറെ വ്യത്യസ്തമായിട്ട് വരും. മിക്സിയിലൊന്ന് കറക്കുവാണെങ്കിൽ നന്നായിട്ടെല്ലാം ഒരേ രീതി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ളത്. ക്രിസ്മസിനേക്കുള്ള തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ്. ഒത്തിരി കുട്ടികൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അതാണ് എല്ലാവരോടും നേരത്തെ പറയണമെന്ന് പറയുന്നത്. ക്രിസ്മസിന് മുമ്പേ പോകുന്ന കുറേ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.